ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ കള്ളപ്പമാണെങ്കിൽ ഇതിൽ കള്ളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഇപ്പോൾ കള്ളൊന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കള്ളിന് പകരം ഞാനിവിടെ തേങ്ങാവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം 3 കപ്പ് പച്ചരിക്ക് 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കള്ളപ്പം ചുടുമ്പം തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 6 ചെറിയുള്ളി, 2 വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങയുടെ കൂടി ഇട്ടിട്ട് അവസാനം ഒന്ന് ഒതുക്കിയെടുക്കാനുള്ളതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് 6 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ പച്ചരി ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിതിപ്പം 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണേലും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പാലപ്പത്തിനൊക്കെ ഒഴിക്കുന്ന മാതിരി കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആദ്യത്തെ ബാച്ചൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് മാവ് മാറ്റി വയ്ക്കണം. കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ ഞാൻ ചോറ് ചേർക്കുന്നില്ല, പകരം കപ്പി കാച്ചുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത അതേ കപ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ബാച്ച് മാവും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കപ്പി കാച്ചിയെടുക്കാം. അപ്പോൾ കപ്പി കാച്ചുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കപ്പി കാച്ചിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മാവൊന്നും വെന്ത് വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കപ്പി കാച്ചിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പി കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അവസാനം അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ ഈ കപ്പി കാച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂട് ഉണ്ടാവാൻ പാടില്ല ഒട്ടും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പം നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മൾ പാലപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാറുണ്ട്. പക്ഷേ കള്ളപ്പത്തിന് അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പം കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മാവ് പൊന്തി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മാവ് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ നമ്മളിത് ചുടുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ പുറത്തെടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ എൻ്റെ മാവ് ഇപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മാവ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ രാവിലെ ഒരു 2 മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തെടുത്ത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാൻ തുടങ്ങാം. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തൊരപ്പം കൂടെ ചുട്ട് കാണിക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അപ്പമൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കള്ളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.